ശ്രീ മേജർ രവി, ഇവിടെ ഈ പറഞ്ഞ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന ആളൊരു കഴിവുകെട്ട പ്രധാനമന്ത്രിയാണ്. അത് പാവം, നമ്മൾ അയാളെ പറയുന്നില്ല. അത് ആ രാജ്യത്തിൻ്റെ ദുർവിധിയും ഗതികേടുമാണ്. അവിടുത്തെ പ്രധാനമന്ത്രിമാരൊക്കെ കഴിവുകെട്ടവരാണ്. അവിടെ കാര്യങ്ങൾ പണ്ട് മുതലേ തീരുമാനിച്ചിരുന്നത്, ചുരുക്കം അപൂർവ നിമിഷങ്ങൾ ഒഴികെ തീരുമാനിച്ചിരുന്നത് പാക് പട്ടാളമാണ്. പാക് പട്ടാളം പോലുമല്ല, ISI ആണ്, ഈ പറയുന്ന ഗോത്ര വിഭാഗങ്ങളാണ്, ഈ പറയുന്ന അല്ലാത്ത ഫ്രിഞ്ച് എലമെൻസ് ആണ്. അങ്ങനെ 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 10 ശക്തികൾ 10 സൈഡിൽ നിന്ന് വലിക്കുന്ന ഒരു ഗതികെട്ട രാഷ്ട്രമാണല്ലോ പണ്ട് മുതലേ പരാജയപ്പെട്ട പാകിസ്ഥാൻ. ഇവിടെ ഷഹബാസ് ഷെരീഫ് അവിടെ ദേശീയ അസംബ്ലിയിൽ എന്തു പറഞ്ഞിട്ട് എന്താണ് കാര്യം? അസീം മുനീറിൻ്റെ ദുഷ്ടബുദ്ധി തീരുമാനിക്കും. അസീം മുനീറിൻ്റെ ദുഷ്ടബുദ്ധി ഇനിയും ഇപ്പോൾ ചെയ്തതുപോലെ പാവങ്ങളെ കൊന്നൊടുക്കാനാണെങ്കിൽ അതിനെ ചെറുക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധ്യമാവുക? മേജർ രവി. ആഷ്മി, പാകിസ്ഥാൻ്റെ നമ്മൾ പറയുമ്പോൾ ഡെമോക്രസി എന്ന് പറയും, പക്ഷെ അവിടെ ഓട്ടോക്രസിയാണ്. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ഹിപ്പോക്രസി ബൈ ആർമി ഓഫീസേഴ്സ്. പാകിസ്ഥാനിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ ആർമി ഓഫീസേഴ്സാണ്, സെർവിങ് ആൻഡ് റിട്ടയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാരസൈറ്റ്സ്. ഇവിടത്തേക്ക് രാഷ്ട്രീയക്കാർ സ്വന്തക്കാർക്ക് വേണ്ടി അതൊന്നും ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതൊന്നുമല്ല. അവിടെ ഒരൊറ്റ വൺ ഹെഡാണ്, അത് ആർമിക്കാർ. അപ്പം അതുകൊണ്ട് നേരത്തെ ആഷ്മി പറഞ്ഞ പോലെ പ്രധാനമന്ത്രി പാവം, അതിന് പാവം എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. അതുകൊണ്ടാണ് അവിടെ പബ്ലിക്കായിട്ട് അയാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, നിങ്ങൾ ആർമി ഓഫീസേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ട് ന്യൂക്ലിയർ ഉണ്ട് ഇതെല്ലാം പറഞ്ഞ് ഇന്ത്യക്കാരെ ത്രട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടത് പാകിസ്ഥാനീസായിട്ടുള്ള ജനങ്ങളാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയാളൊരു നിസ്സഹായ അവസ്ഥയാണത്. ഇവിടെ വേണ്ടത് ഇപ്പം എന്താണ്? ഇവൻ ഈ ആർമി ചീഫ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ അവൻ്റെ ഡയറക്റ്റ് ഓർഡറിലാണ് പേൽഗാം അറ്റാക്ക് നടന്നിരിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ അല്ലാതെ. അത് ISIയുടെ ഓർഡറിൽ കൂടിയാണ് ഈ പേൽഗാം അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? 99 ചൈനയിൽ ഇരുന്നു കൊണ്ട് ഈ മുഷഫ് എന്ന് പറയുന്ന, അങ്ങനെയുള്ള വേർഡുകൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, മുഷഫ് എന്ന് പറയുന്നവൻ എന്ത് ചെയ്തു? അവിടെ ഇരുന്നു കൊണ്ട് ഞാനിവിടെ ഒന്നും ഇല്ല, പക്ഷേ നമ്മുടെ പോസ്റ്റുകളിൽ കയറിയിരുന്നു. അത് അൺഫോർച്ചുനേറ്റ്ലി അയാൾ വിചാരിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മളത് ഡിറ്റക്ട് ചെയ്തു. ആ ആട്ടിടയന്മാർ കാണലും. അതുകൊണ്ട് അയാൾ വിചാരിക്കുന്ന സമയത്തിനേക്കാൾ ഒരാഴ്ച മുന്നേ ഈ വാർ മാറി പൊട്ടിപ്പുറപ്പെട്ടു. പക്ഷേ അയാൾ ഉദ്ദേശിച്ചത് അത് തന്നെയായിരുന്നു. ഇത് പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞിട്ട് വേണം അയാൾക്ക് അധികാരത്തിൽ കയറാൻ. അതാണ് അയാൾ ചെയ്തത്. ആ ഒരു യുദ്ധത്തിൻ്റെ പേര് അതേപോലൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ആർമി ചീഫ് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ബേസിക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ പറ്റിയിരിക്കുന്നത്? ജനങ്ങളിപ്പോൾ ടോട്ടലി എഗൻസ്റ്റാണ്. ജനങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ എല്ലാം കാരണക്കാർ ഇവന്മാരാണ്. അവർ കാരണമാണ് കഴിഞ്ഞ ഈ 14 ദിവസമായിട്ട് അല്ലെങ്കിൽ 10 ദിവസമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, സ്കേഴ്സിറ്റി ഓഫ് മെഡിസിൻ, സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ. ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? അവർ ഇന്ത്യയെ കേഴ്സ് ചെയ്യുന്നില്ല ജനങ്ങൾ, അവർ കേഴ്സ് ചെയ്യുന്ന പാകിസ്ഥാൻ. അതാണ് അവിടുത്തെ മുദ്രാവാക്യം വിളിച്ച് റോട്ടിലിറങ്ങിയിട്ടുള്ള പാകിസ്ഥാൻ ആർമി മുർദാബാദ് എന്നും പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം അടക്കം ഇറങ്ങി. കാരണം ഇന്ത്യനെ നിങ്ങൾ പോയിട്ട് ഇതുപോലെ ശല്യം ചെയ്യാൻ പോയതുകൊണ്ടല്ലേ നമ്മളിതൊക്കെ അനുഭവിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇവിടെയാണ് പാകിസ്ഥാൻ്റെ ഒരു ബേസിക് ഒന്ന് ഇളകി നിൽക്കുന്നത്. ബേസ് എന്ന് പറയുന്നത് ഒന്ന് ഇളകിയിരിക്കുകയാണ്. മറ്റത് പാകിസ്ഥാൻകാർ ജനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ജനങ്ങൾ അവർക്ക് എഗൻസ്റ്റാണ്. ഇത് വരുന്ന സമയത്ത് ഒരു രാജ്യവും അവർക്ക് മുന്നോട്ട് പോയിട്ട് ഒരു വാറിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ബാക്കപ്പ് ഈ ലോക്കൽസിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇപ്പം നമ്മുടെ പഞ്ചാബ്, രാജസ്ഥാൻ, അതുപോലെ തന്നെ കാശ്മീർ, ഇവിടുത്തെ താഴത്തേക്കുള്ള ജമ്മു റീജിയനിലുള്ള ലോക്കൽസിൻ്റെ സപ്പോർട്ട് 100% ആയിരിക്കും ആർമിക്കാർക്ക്. ഈവൻ ദ ഇൻഫർമേഷൻസ് വിൽ ബി പാസ്, അവരായിരിക്കും നമുക്കൊക്കെ ഈ ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്ത് തരുന്നത്. പക്ഷേ അതായിരിക്കും ഇപ്പം പാകിസ്ഥാൻ നഷ്ടപ്പെടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും ഇവിടെ വന്നൊരു അറ്റാക്ക് ചെയ്യാനുള്ള ആംബിയർ ഉണ്ടാവില്ല. പക്ഷെ നേരത്തെ ഡെന്നി പറഞ്ഞ പോലെ ഇന്നത്തെ രാത്രിയും നാളത്തെ രാത്രിയും വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം നമുക്ക് ഇവിടെ മാത്രം നോക്കിയാൽ പോരാ, അപ്പുറത്ത് ചൈന ബോർഡറിലും കൂടെ നമ്മളൊരു കണ്ണ് കറക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് വെച്ചിരിക്കണം. കാരണം ചൈന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞെങ്കിലും ചൈന പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? യെസ്, വി ആർ വിത്ത് യു, ബട്ട് വി ആർ എഗൻസ്റ്റ് ടെററിസം. ദാറ്റ്സ് എ വെരി ലൂക്രേറ്റീവ്, അതൊരു ട്രിക്കി വേർഡാണത്. അപ്പോൾ പാകിസ്ഥാൻ്റെ അടുത്തോടെ നിങ്ങളുടെ ടെററിസം എന്നുള്ളത് നമുക്കും അറിയാം, പക്ഷെ അത് പ്രൂവ് ആയിക്കഴിഞ്ഞാൽ വി വിൽ നോട്ട് സ്റ്റാൻഡ് വിത്ത് യു. കാരണം ലോകരാഷ്ട്രം മുഴുവൻ ചൈനേനെയും അക്യൂസ് ചെയ്യും, യു ആർ സപ്പോർട്ടിങ് ദ ടെററിസം. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഈസ് ബീൻ പാക്ഡ് ബൈ, അല്ലെങ്കിൽ ഇവരെ അങ്ങനെ കോർണർ ചെയ്ത് ഒരു 4 വശത്തു നിന്നും കോർണറായിരിക്കുകയാണ്. വെറുതെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടത്തി ഇത് ഇത്രയും വലിയൊരു റിപ്രക്കേഷൻ ഉണ്ടാവും എന്നുള്ളത് പാകിസ്ഥാൻ്റെ ആർമി ചീഫിന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. അതാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള അടിയും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളവരെ ഒരിക്കലും ഒരു ശത്രുവിനെയും നമ്മൾ ലൈറ്റായിട്ട് എടുക്കരുത്. ഏത് ചെറിയവനാണെങ്കിലും അവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ട്രിക്ക് കാണും. അപ്പോൾ ആ ട്രിക്കിനെ നമ്മൾ
ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആവുള്ളൂ. അതാണ് നമ്മൾ ഈ 14 ദിവസം കൊണ്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ സൈഡിൽ നിന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, ഇല്ലെങ്കിൽ ഇത്രയും പട്ടാളം ഈ 14 ദിവസം കൊണ്ട് ഡിഫൻസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് പാകിസ്ഥാനും അറിയാം. പാകിസ്ഥാൻ ഇൻ്റലിജൻസ് കൊടുത്തു കാണും. ഒരു രക്ഷയില്ല, എല്ലായിടത്തും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ടാങ്കുകളടക്കം ഈ ജമ്മുന്ന് താഴത്തോട്ടുള്ള ടാങ്കുകൾ മുഴുവൻ നിർത്തിയിരിക്കുന്നു. ഒരു ഡിവിഷനല്ല, അത് ആർമിക്ക് വേണ്ട കംപ്ലീറ്റ് സന്നാഹങ്ങളോടെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം റിപ്പോർട്ട്, ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവർക്ക് കിട്ടും. നമ്മൾ ഈ മീഡിയ കൂടെ ഒന്നും പറയാത്തതുകൊണ്ട് നമുക്കറിയില്ലെങ്കിലും ഇതൊക്കെ ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ ആ സെറ്റപ്പ് ഉള്ളത് കൊണ്ട് പാകിസ്ഥാൻ ഒരിക്കലും ഒരു കടുങ്കൈ ചെയ്യുമെന്നുള്ളത് എനിക്ക് വിശ്വാസമില്ലെങ്കിലും മണ്ടത്തരം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മണ്ടത്തരവും കടുങ്കൈയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാം, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതല്ല, നമുക്ക് വല്ല ലണ്ടനിലൊക്കെ പോയിരിക്കാം, ബാക്കിയുള്ളവന്മാർ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് അവരുടെ നേതാക്കന്മാർ വല്ലതും പറയുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അഭിമാനത്തെ അവരുടെ മുമ്പിൽ ജയിക്കണം. നമ്മളും ചെയ്തു റിട്ടാലിയേഷൻ, അതാണ് അവർ പറയുന്നത്. പക്ഷെ അത് പറയുന്നുണ്ടെങ്കിലും അവരുടെ ആർമി ചീഫ് പറഞ്ഞല്ലോ, ഇപ്പോൾ ആർമി ഡിഫൻസ് മിനിസ്റ്റർ, പ്ലീസ് ആസ്ക് ഇന്ത്യ ടു വിഡ്രോ, നമ്മളൊന്നും ചെയ്യില്ലാന്ന്. ഇന്ത്യ ഇതുവരെ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് വിഡ്രോ ചെയ്യുന്നത്? അപ്പോൾ അതുപോലും നമുക്ക് വിരോധാഭാസമാണ്. അവർ ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ ക്രോസ് ചെയ്ത് ഞങ്ങളെ വന്ന് അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ്. അതുപോലും സത്യമല്ല. ആഷ്മി നേരത്തെ പറഞ്ഞ പോലെ ഇവർ നുണയുടെ മുകളിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നിട്ട് അവർ തന്നെ അത് പ്രൂവ് ചെയ്യും അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞ നുണയാണെന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി പെത്തറ്റിക് സ്റ്റേറ്റ്, ബട്ട് വി കനോട്ട് ടേക്ക് ദം ലൈറ്റ്ലി. ചൊല്ലുണ്ടല്ലോ ശ്രീ മേജർ രവി. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ പ്രഭാകരൻ പാലേരി, നോക്കൂ, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ അങ്ങേയറ്റത്തെ ഗതികേട് ഇപ്പോൾ തുടങ്ങിയതിൽ ഒരു രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇവർക്ക് സാമ്പത്തികമുണ്ടോ? ഇല്ല. ഭിക്ഷാപാത്രമായി IMF മുന്നിൽ, ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ, ചൈനയ്ക്ക് മുന്നിൽ നാണം കെട്ട് തിണ്ടുന്ന അല്ലെങ്കിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഐക്യമുണ്ടോ? അതില്ല. അവിടെ ബലൂചിസ്ഥാനിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. അവിടെ ഒരു പ്രധാന പ്രവിശ്യ BLA തന്നെ പിടിച്ചെടുത്ത് അവരുടെ അധികാരം സ്ഥാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മുടെ ഈ പറഞ്ഞ സിന്ധു നദീജലക്കരാർ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ കലാപങ്ങൾ അവിടെ തുടങ്ങുന്നു. സിന്ധ് പ്രവിശ്യയിൽ വെള്ളത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ ജനതയെ അവരുടെ സ്വന്തം പൗരന്മാരാണെന്ന് നോക്കാതെ പാക് പോലീസ് ഇറങ്ങി അവരുടെ മണ്ടയടിച്ച് കീറുന്ന ഒരുപാട് ദൃശ്യങ്ങൾ ഇതിനോടകം വരുന്നുണ്ട്. അങ്ങനെ പല അർത്ഥത്തിൽ ചിതറി നാശോന്മുഖമായി നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഇന്ത്യ പോലൊരു മൈറ്റി രാജ്യത്തിനെതിരെ, അതിൻ്റെ മൈറ്റി സൈന്യത്തിനെതിരെ നേർക്കുനേർ നിൽക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നതാണോ ശ്രീ പ്രഭാകരൻ പാലേരി? ഒരിക്കലും സാധ്യമല്ല. അത് പാകിസ്ഥാന് തന്നെ വളരെ നന്നായിട്ട് അറിയാൻ സാധിക്കും. ഒരിക്കലും പാകിസ്ഥാൻ ഇന്ത്യയെ നേരിടാൻ 1947 മുതൽ നോക്കുമ്പോൾ സാധിച്ചിട്ടില്ല ഇന്നത്തെ തീയതി വരെ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ തരത്തിൽ താഴോട്ട് പോയി കഴിഞ്ഞത്. ഇപ്പോഴുള്ള അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എക്കണോമിക് സെക്യൂരിറ്റിയാണ്. ഈ എക്കണോമിക് സെക്യൂരിറ്റി വളരെ അടുത്തായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ് മിലിറ്ററി സെക്യൂരിറ്റിയുമായിട്ട്. റിസോഴ്സ് സെക്യൂരിറ്റി അവർക്കുണ്ട്, പക്ഷെ ആ റിസോഴ്സ് സെക്യൂരിറ്റി നമ്മൾ തടഞ്ഞു വെച്ചു. അപ്പോൾ പല തരത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ വളരെ വളരെ മോശമായിക്കൊണ്ട് വരുന്ന ഒരവസ്ഥയാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ പാകിസ്ഥാൻ അങ്ങേ അറ്റം തളർന്നു പോകും. അത് നമ്മൾ പണ്ട് സോവിയറ്റ് യൂണിയനിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം അധികകാലം ഉണ്ടാവില്ല. ഒരു പഴയ രാഷ്ട്രമായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയും. അത് 3ഓ 4ഓ രാഷ്ട്രങ്ങളായി മാറും. അതാണ് പണ്ടത്തെ മഞ്ജുക്കിയ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരുപാട് രാഷ്ട്രങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ട് ഇപ്പോൾ ഇല്ലാത്ത രാഷ്ട്രങ്ങളുണ്ട്. അതിലൊരു രാഷ്ട്രമായിട്ടാണ് പാകിസ്ഥാൻ മാറാൻ പോകുന്നത്. വേറെ ഒരു രാഷ്ട്രത്തിനെയും ഞാൻ ഇങ്ങനെ കാണുന്നില്ല. കാരണം ഒരുപാട് രാഷ്ട്രങ്ങളെ പറ്റി നമുക്ക് അറിയണം, പഠിക്കണം. അപ്പോൾ അതിൽ ഞാൻ കാണുന്ന ഒരേ ഒരു രാഷ്ട്രം പാകിസ്ഥാനാണ്. അതിന് ഭാവിയില്ല എന്നുള്ളത്. പക്ഷെ ഇന്ത്യയുടെ നിർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള രാഷ്ട്രത്തെയാണ് നമുക്ക് അയൽവാസിയായിട്ട് കിട്ടിയത്. അവിടെ നമ്മൾ എന്തു ചെയ്യും എന്നുള്ളത് ഇന്ത്യ ഇനിയും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് കേട്ട് വാശി പിടിച്ചെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നോക്കണം. പോരാ, നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ഒരു അയൽവക്കത്തിനെ, ഇതുപോലെയുള്ള അയൽവാസിയെ കൂടെ കൊണ്ടുപോകാൻ, അവർ മരിച്ചു പോകുന്നവരെ കൂടെ കൊണ്ടുപോകാൻ നമ്മൾ കുറച്ച് ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് അത് ബാധിക്കും, വളരെ കാര്യമായിട്ട് ബാധിക്കും. അത് ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെ നോക്കൂ. ബംഗ്ലാദേശ് ഇപ്പോൾ എന്താ ചെയ്യും? നമ്മൾ അവിടെ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഉണ്ട്, തീർച്ചയായിട്ടും ഇന്ത്യ ഇപ്പോൾ നല്ലൊരു ഭരണകൂടമാണ് ഇന്ത്യക്കുള്ളത്. നല്ലൊരു വിദേശകാര്യ മന്ത്രി നമുക്കുണ്ട്. എല്ലാ സംഘവും ചെയ്യുന്നു. പക്ഷെ എന്നാലും ഒരു പേടി, അത് അറിയുന്നത് കൊണ്ടാണ് പേടി. ഈ രോഗം എന്താണെന്ന് അറിയുന്ന രോഗിക്കല്ലേ രോഗത്തെ പറ്റി പേടി ഉണ്ടാവും.
അപ്പൊ അതുപോലെയുള്ള അവസ്ഥയാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യക്ക് ഏറ്റവും വലിയ നിർഭാഗ്യം ഇന്ത്യക്ക് കിട്ടിയ ഒരു അയൽവാസിയാണ്. ഏറ്റവും വലിയ നിർഭാഗ്യം വന്നു പോയത്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ദിവസങ്ങൾ മാത്രമുണ്ട്. ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങൾ ഉണ്ടാകും. പക്ഷെ അത്രയും കാലം നമ്മൾ തന്നെ പിടിച്ചു നിൽക്കണം. ശരിയാണ്. അതിന് എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ശിഥിലീകരിച്ച് അതിന്റെ സ്വാഭാവിക ചരമത്തിലേക്ക്, അത് സ്വാഭാവിക അന്ത്യത്തിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. അത് സാമ്പത്തികമായിട്ടാവട്ടെ, രാജ്യത്തിന് ഇൻ്റഗ്രേറ്റഡ് കാര്യമാകട്ടെ, പലതായി ചിതറിപ്പോകേണ്ട, അധികം ആയുസ്ഥയില്ലാത്ത ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് അങ്ങ് പറയുന്നത് 100% ശരിയാണ്. ഞാൻ അങ്ങനെയൊക്കെ താമസിച്ചു. ജോസഫ് കുട്ടി ഇവിടെ ഇന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, ആ വിഷ്വലുകൾ രാജ്യത്തെ ഓരോ പൗരൻ്റെയും ഉള്ളിലെ വേദനയ്ക്കും മുറിവിന് പരിഹാരമാകാൻ അനിവാര്യമായിരുന്നു. സ്പെക്ടാക്കുലറാണ്, അകത്താക്കൽ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നടത്തിയ ഭീരാക്രമണത്തെക്കാൾ ഇമ്പാക്ട്ഫുള്ളായ ഒരാക്രമണം നമ്മൾ നേരത്തെ നടത്തി. അത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കലാണ്. ഇതിനോടകം അതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുന്നുണ്ട്. സിന്ധു മേഖലയിൽ വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അവരുടെ കൃഷിഭൂമികൾ വരളുന്നുണ്ട്. എഴുതി വെക്കണം ശ്രീ ജോസഫ് കുട്ടി വരും നാളുകളിൽ അവിടുത്തെ വലിയ ജനത എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാന മേഖലകളിലെ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ പകുതിയോളം വരുന്ന ജനത അവരുടെ ഭരണകൂടത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകും. ദീർഘനാൾ ഇപ്പോൾ നമ്മൾ നടത്തിയ സൈനിക ഓപ്പറേഷൻ പക്ഷേ ഇന്നത്തെ അവസാനിക്കുമെങ്കിലും നമ്മൾ നടത്തിയ നയതന്ത്ര സ്ട്രൈക്ക് അത് ദീർഘനാൾ തുടരുന്ന ഒരു യുദ്ധമായി നിൽക്കില്ലേ അവിടെ ജോസഫ് കുട്ടി? തീർച്ചയായിട്ടും നമ്മൾ പാകിസ്ഥാനെ നേരിടേണ്ടത് സൈനികമായി നേരിടുന്നത് അതിൻ്റെ ഒരു വശം മാത്രമാണ്. അതിനേക്കാൾ ഉപരിയായി എൻ്റെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ ഏത് നാണയത്തിലാണോ നമ്മളോട് പെരുമാറുന്നത് അതിന് തക്കതായിട്ടുള്ളൊരു തന്ത്രം നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട്. ഈ സിന്ധു നദീതട നമ്മുടെ ജലകരാർ നമ്മൾ നേരത്തെ എടുത്ത് പാകിസ്ഥാനെ പ്രയോഗിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന വെള്ളം കുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൽ ഭക്ഷണം പാകം ചെയ്തിട്ടാണ് പാകിസ്ഥാൻ നമുക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നത്. തീർച്ചയായിട്ടും നമ്മളത് നേരത്തെ നിർത്തലാക്കേണ്ടതായിരുന്നു. അത് നമ്മൾ അന്താരാഷ്ട്ര രംഗത്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കരാറിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒരു രാജ്യം നമ്മൾ കൊടുക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച്, ജലം ഏറ്റവും അനിവാര്യമാണല്ലോ ജനജീവിതത്തിന്, അത് ഉപയോഗിച്ച് അത് ചെയ്യുമ്പോൾ ഒരു ദയാദാക്ഷിണ്യത്തിൻ്റെയും കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു മാർഗം മാത്രം. ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ മിക്ക പ്രദേശങ്ങളിലെയും കൃഷി ആശ്രയിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടൊഴുകുന്ന നദിയിലെ ജലം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ അതിന് ചില പരിമിതികളുണ്ടെങ്കിലും ക്രമേണ നമുക്കത് നല്ല രീതിയിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനും അവിടെ സാധാരണ ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതിനുമൊക്കെ നമുക്ക് കഴിയും. കാരണം ജനങ്ങളുടെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായി അവിടെ സമാധാനപരമായി ജീവിക്കുവാൻ അനുവദിക്കാത്ത ഒരു രാജ്യത്തോട് നമ്മൾ ജലത്തിൻ്റെ പേരിൽ അത്തരത്തിലുള്ള സഹാനുഭൂതികൾ കാണിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മണ്ടത്തരമാണ്. അതുകൊണ്ട് ഈ കരാർ നമ്മൾ എത്രയും പെട്ടെന്ന് നിർത്തലാക്കിക്കൊണ്ട് ആ ജലം നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തയ്യാറാവണം. ഇവിടെ പാകിസ്ഥാൻ്റെ ഒരു തന്ത്രം എന്താണ്? അവർ ഇത്രയും കാലം, ഒന്നാമത്തെ പ്രശ്നം, പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയെ അല്ലെങ്കിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അത് അവർക്ക്, ഉദാഹരണമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് കാശ്മീർ എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് ചെക്കാണ്, എനിക്ക് ഏത് സമയത്തും അത് ഒപ്പിട്ടെടുക്കാം. പക്ഷേ അത്തരമുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ടാണ് കാശ്മീർ രാജാ ജയ്സിംഗ് ഒക്കെ നമ്മളോടൊപ്പം ചേർന്നത്. അങ്ങനെ ചേർന്നതിന് ശേഷം ഇതെങ്ങനെ തിരിച്ചെടുക്കാം, തിരിച്ചു മേടിക്കാം, അതിനുള്ള സൈനിക ശേഷി പാകിസ്ഥാൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ലഹള ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യം പിടിച്ചടക്കുവാൻ വേണ്ടിയിട്ട്, കാശ്മീർ പിടിച്ചടക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിന് സൈനിക ശേഷി ഇല്ലാത്തത് കൊണ്ട് എന്ത് മാർഗമാണ് അവലംബിക്കേണ്ടത്? അവലംബിക്കേണ്ടത് അവർക്ക് വലിയ ചെലവില്ലാതെ റാഡിക്കൽ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തെ വളർത്തി നമുക്കെതിരെ പോരാടുകയാണ്. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക രാഷ്ട്ര നയമാണ് ഇന്ത്യക്കെതിരെ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത്. അതിന് നമ്മൾ പറയുന്നത് അസിമെട്രിക് വാർഫെയർ എന്നാണ്. ആ രാജ്യത്തിന് നമ്മളോട് പൊരുതുവാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് അവർ അത്തരത്തിലുള്ളൊരു നയം പുലർത്തിയിരിക്കുന്നത്. ശരി, ഞാൻ